ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയ DIG MK വിനോദ് കുമാറിനെ സംരക്ഷിക്കാൻ വകുപ്പ് കൂട്ടുനിന്നതിന് തെളിവുകൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തി എന്നാണ് കണ്ടെത്തൽ. 2 വർഷം മുമ്പ് മധ്യമേഖലാ ജയിൽ DIG നൽകിയ കത്ത് അവഗണിച്ചെന്നും വിജിലൻസ് കണ്ടെത്തി. തടവുകാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസിൽ കുടുങ്ങിയ ജയിലാസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതി കത്തുകളുമാണ് വകുപ്പ് തലത്തിൽ പൂഴ്ത്തിയത്. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 2023 ഏപ്രിലിൽ അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG ജയിൽ ഡയറക്ടർക്ക് നൽകിയ കത്ത് അവഗണിച്ചു. വിനോദ് കുമാർ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തുകയും വകുപ്പുതല അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയും നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് നിലനിൽക്കെ DIG ആയി സ്ഥാനക്കയറ്റം നേടിയ വിനോദ് കുമാർ തുടർന്ന് ജയിലാസ്ഥാന DIG ആയതോടെ ഫയൽ മരവിപ്പിച്ചു. അധികാര പരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകളെക്കുറിച്ച് അന്നത്തെ മധ്യമേഖലാ ജയിൽ DIG 2022 3 കത്തുകൾ ജയിൽ ഡയറക്ടർക്ക് നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല. ഇതുൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറും. റിപ്പോർട്ട് പരിശോധിച്ചാലുടൻ MK വിനോദ് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.